السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ദാറുൽ ഫുർഖാൻ ഖുർആൻ പഠനത്തിനുള്ള ഒരു കേന്ദ്രമാണ്. വെറും മനപ്പാടമല്ല, ആശയസഹിതമുള്ള മനപ്പാടം. ഖുർആൻ പഠനം ഏറെ പ്രയാസകരമാണ് എന്നാണ് മുസ്ലിങ്ങളിൽപ്പെട്ട പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഖുർആൻ പഠനം ഏറെ എളുപ്പമാണെന്നാണ് അള്ളാഹു ഖുർആനിലൂടെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. സൂറ ഖമറിലൂടെ 4 തവണ അള്ളാഹു ആവർത്തിച്ച വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد يسرنا القرآن للذكر فهل من مدكر. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത് ഏറെ എളുപ്പമാണെന്നാണ് അള്ളാഹു പല ആവർത്തി ഈ സൂറത്തിലൂടെ സമർത്ഥിക്കുന്നത്. അതിൻ്റെ എളുപ്പവും ലാളിത്യവും പെട്ടെന്ന് മനസ്സിലാവാൻ ചില കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആകെ പദങ്ങളുടെ എണ്ണം 77,797 ആണ്. ഈ വലിയ സംഖ്യ കേട്ട് നാം ആരും ആശങ്കപ്പെടേണ്ടതില്ല. സൂറത്തുൽ ഫാത്തിഹ അർത്ഥം പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10,000-ലധികം പദങ്ങൾ അയാൾ പഠിച്ചെടുത്തു എന്നുള്ളതാണ് വസ്തുത. എണ്ണി നോക്കിയാൽ 10,000-ലധികം പദങ്ങൾ ഫാത്തിഹയിൽ ലഭ്യമല്ലെങ്കിലും സൂറത്തുൽ ഫാത്തിഹയിലെ പദങ്ങൾ മറ്റു സൂറത്തുകളിൽ ആവർത്തിക്കുന്നത് കൂട്ടി നോക്കിയാൽ ഈ എണ്ണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഫാത്തിഹ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 77,797 മൈനസ് 10,000, ഇനി അയാൾക്ക് പഠിക്കാനുള്ളത് 67,797 പദങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ, ഖുർആൻ പഠനം ഏറെ എളുപ്പമാണ്. ഉദാഹരണത്തിന് വേണ്ടി ഒരു 10,000 പദങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നിന്ന് എന്ന് അർത്ഥം വരുന്ന മിൻ എന്ന പദം ഖുർആനിൽ 3026 തവണ വന്നിട്ടുണ്ട്. അള്ളാഹു എന്ന പദം 2702 തവണ വന്നിട്ടുണ്ട്. പറഞ്ഞു എന്ന് അർത്ഥം വരുന്ന കാല എന്ന പദം 1769 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇല്ല, അല്ല എന്നൊക്കെ അർത്ഥം വരുന്ന ലാ എന്ന പദം ഖുർആനിൽ 1732 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പറയുക എന്ന് അർത്ഥം വരുന്ന കുൽ എന്ന പദം ഖുർആനിൽ 1719 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഫാത്തിഹ സൂറത്തിനോടൊപ്പം ഈ സ്ക്രീനിൽ കാണുന്ന 5 പദങ്ങൾ കൂടി പഠിച്ചെടുത്താൽ 20,000-ലധികം പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരാൾ പഠിച്ചെടുത്തു. ഇനി സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആൻ പഠനം ഏറെ എളുപ്പമല്ലേ? അള്ളാഹു പറഞ്ഞത് സത്യമല്ലേ? പക്ഷേ നാം തയ്യാറാകുന്നുണ്ടോ? ഖുർആനുമായി നമ്മുടെ സമീപനം എന്താണ്? ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ അർത്ഥം പഠിക്കാൻ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എത്ര സമയമാണ് ഉപയോഗിക്കാറുള്ളത്? ഈ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഖുർആനുമായുള്ള സമീപനം മാറ്റിയെടുക്കേണ്ടതുണ്ട്. എൻ്റെ റബ്ബിൻ്റെ കലാമായ, എൻ്റെ മാർഗദർശിയായ വിശുദ്ധ ഖുർആൻ പഠിച്ചെടുക്കുമെന്നുള്ള പ്രതിജ്ഞാബദ്ധമായ മനസ്സുമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അള്ളാഹു നമ്മെ ഖുർആനിൻ്റെ ആളുകളാക്കി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.